ഹിന്ദി സിനിമയിൽ ഇപ്പൊ 2 റോഷന്മാരാണുള്ളതെന്നാണ് കേൾക്കുന്നത്. ഒന്ന് ഹൃതിക് റോഷനും ഒന്ന് റോഷൻ ഫാത്തിയും. ഓ എന്റെ പൊന്നെ, പാൻ ഇന്ത്യയൊക്കെ വിട്ട് വേറെ ലെവലാണല്ലോ പരിപാടി. ഒരാദ്യം തന്നെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ആക്ടറെ അടുത്ത് പിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഡ് കഥാപാത്രത്തിൻ്റെ പേര് റോഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഓക്കെ അല്ലേ എന്ന് ചെയ്യാൻ പറഞ്ഞു. എനിക്കത് ഒട്ടും ഓക്കെ അല്ല. അപ്പം പേര് മാറ്റാം നമുക്ക്, നിങ്ങൾ കഥ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അനുരാഗ് കശ്യപ് എൻ്റെ കുറേ അനാവശ്യമായ ബൗണ്ടറികളും റെസ്ട്രിക്ഷൻസും ഒക്കെ ബ്രേക്ക് ചെയ്ത് തന്ന ഒരാളാണ്. അനുരാഗ് സാറാണ് അത് പൊളിച്ച് തന്നത്. എടാ പെട്ടെന്ന് നോക്കി ടേക്ക് കിട്ടിയതുകൊണ്ട് വലിയ ഇത് ആരും അറിയാൻ പോകുന്നില്ല. ഓഡിയൻസിൽ എത്രാമത്തെ ടേക്കാണ് ഓക്കെ ആയത്, അത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യും, കുറച്ച് തപ്പ് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. സേഫായിട്ട് കളിക്കില്ല എന്ന് പഠിപ്പിച്ചു തന്ന ആളാണ്. കുരുതി ഞാൻ രാജുവിൻ്റെ വീട്ടിലാണ് അതിൻ്റെ നാരേഷന് പോകുന്നത്. അതെ അതെ അതെ. സാധനം കേട്ട് കഴിയുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് പൃഥ്വിയായിരിക്കും ലീഡ് എന്നുള്ള സാധനം. അപ്പോൾ ഇത് ഫുൾ നറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര വർക്കായി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ. അപ്പോൾ അതിനകത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പം പൃഥ്വി ചെയ്ത് ഞാൻ ലൈക്കായിരിക്കും ചെയ്തത്. ഞാനിങ്ങനെ പണ്ട് മുതൽ കോമഡിയായിട്ട് എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു. പണ്ട് എൻ്റെ ഫോണിൽ അൺനോൺ നമ്പറിൽ നിന്ന് ഏത് കോൾ വന്നാലും ഞാൻ പറയുമായിരുന്നു, ഒരു സെക്കൻഡ് അഞ്ജലി മേനോൻ വിളിക്കുന്നു, ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു പ്രാവശ്യം അഞ്ജലി മേനോൻ വിളിച്ചു. ഇല്ലെന്നേ, നമുക്ക് നമ്മുടെ പേര് പോലും ഓർമ്മ കിട്ടാത്ത മൊമെൻ്റാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് എൻ്റെ പേര് എനിക്ക് വന്ന് എന്നെ തെറ്റിയാണ് വിളിച്ചത്. എന്നെ റോഹൻ എന്നോ മറ്റോ വിളിച്ചത്. പക്ഷെ ഞാൻ തിരുത്താനൊന്നും നിന്നില്ല. നമ്മളെന്തിനാലോ പുള്ളി അത് വെറുതെ എന്തിനാണ്. സിനിമയിൽ 10 വർഷം പൂർത്തിയാക്കിയ റോഷൻ ബ്രോ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. 10 വർഷം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഈ ഇടയ്ക്കാണ് സത്യം പറഞ്ഞാൽ ഇത് റിയലൈസ് ചെയ്യുന്നത്. ഇതേപോലെ ഇൻ്റർവ്യൂവിൽ ആരോ 10 വർഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്നൊരു ചെറിയ മനക്കണക്കൊക്കെ ചെയ്ത് കറക്റ്റാണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് ടൈം 10 വർഷത്തിലേക്ക് കടന്നു പോയതുപോലെ അത് തോന്നുന്നത്. ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് പത്മ തിയേറ്ററിൽ വെച്ചിട്ടാണ്. ആനന്ദം വന്ന സമയത്ത് ആ ലാസ്റ്റ് റോയിൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് പടം കാണുന്നത്. അതെ 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 അതെ, ഓർമ്മയുണ്ടാകുന്നു. പിന്നെ അത് ഭയങ്കര മെമ്മറബിൾ ദിവസമല്ലേ. അന്ന് ആ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് മറ്റേ ഒരു കോള് വരുന്നത്. മറ്റേ പടത്തിൻ്റെ ഇടയിൽ എവിടെ വെച്ചിട്ട് എന്നിട്ട് ആരോ ഒരു പടം ഓഫർ ചെയ്യുക നമ്മളെ, അതായത് നമ്മൾ റിലീസ് ഷോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുണ്ട് കഥ പറയാൻ. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഏട്ടാ എപ്പോഴാണ് ഓഡിഷൻ എന്ന് പറഞ്ഞു. അല്ല ഓഡിഷനില്ല, നിങ്ങൾ കഥയൊന്ന് കേട്ട് നോക്ക്. അപ്പോഴാണ് എനിക്കിത് ക്ലിക്കാവുന്നത്. കേട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അങ്ങ് ചെയ്തോളാനാണോ പറയുന്നത് എന്നുള്ളത്. അപ്പം പല രീതിയിലും ഭയങ്കര മെമ്മറബിൾ ദിവസമാണത്. അന്ന് ചെയ്താ പടം ചെയ്താ അത് ചെയ്തില്ല, പക്ഷേ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഒരു പ്രോജക്റ്റ് ഇങ്ങോട്ട് ഓഫർ ചെയ്യപ്പെടുന്ന ആദ്യമായിട്ട്. അതുവരെ എല്ലാ ഓഡിഷൻസും വന്നു, നമ്മൾ അങ്ങോട്ട് പ്രോജക്റ്റ് തപ്പുകയാണല്ലോ. ഓക്കെ, ഇപ്പോൾ 10 വർഷം എത്ര പടമായി എന്നറിയോ? 31 എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ശരിയാണ്. 31ാമത്തെ പടത്തെ കുറിച്ച് ഇത്തിരി നേരം ആക്ച്വലി ഒരു ചെറിയൊരു സ്വീറ്റ് ഒരു റോം കോം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഭയങ്കര ഒരു കുഞ്ഞൊരു ഹാർട്ടുള്ള പടം, ഒരു രസമുള്ള ഒരു ചെറിയ കഥ, ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന ഒരു കഥ. പക്ഷേ അതൊരു ത്രില്ലറല്ല. അപ്പം ഞാനിതിനു മുമ്പ് 1-2 മറ്റേ ഇങ്ങനെ ഒരു 1 ഡേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, കുരുതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ത്രില്ലർ മൂഡും പരിപാടിയൊക്കെ ആയിരുന്നു. ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു സിനിമയാണ്. ഭയങ്കര കോൺവെർസേഷനിലാണ്, റൊമാൻറ്റിക്കാണ്, നൊസ്റ്റാൾജിക്കാണ്. അപ്പം അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ലാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. കൂടെ ഉള്ളത് സറിനും നന്ദു ചേട്ടനും ആനന്ദ് മന്മഥനും ജിയോ ബേബിയൊക്കെയാണ് പ്രൈമറിലി ആക്ടേഴ്സായിട്ട്. മാൻകൈൻഡ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രശാന്ത് വിജയ് ഡയറക്റ്റ് ചെയ്യുന്നു, വിശാഖ് ശക്തി എഴുതുന്നു. അങ്ങനെ ഈ പടത്തിൻ്റെ ടീസറിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു 96 മണക്കുന്നു. മണക്കോ? ഒരു ലോഞ്ച് പോയിന്റ് ഉണ്ട് ഈ പടത്തിൻ്റെ. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ചെറിയ 96 ഒക്കെ അടിക്കാം. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീസറിലും പോസ്റ്റേഴ്സിലും ഒക്കെ എല്ലാവരും അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്കല്ല പടം പോകുന്നത് എന്നുള്ളത് ഒരു രസമുള്ളൊരു പരിപാടിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് കൊള്ളാം, രസമുള്ളൊരു ആൽബമാണ് ആക്ച്വലി. ബേസിൽ CJ ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എനിക്കും പാട്ടിൻ്റെ മ്യൂസിക് വൈസ് എനിക്ക് രസമുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. ജിയോ ബേബി പ്രസൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പടം
ടീസറൊക്കെ തുടങ്ങുന്നത്. എന്താ ജിയോ ബേബി പ്രസൻസ്? ജിയോ ബേബി പ്രസൻറ്റ് ചെയ്താണ് പടം എൻ്റെ അടുത്ത് ആദ്യം എത്തുന്നത്. അതായത് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുള്ള കഥ ഇതാണ്, ദാറ്റ് പ്രശാന്ത് വിജയ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് 2 മറ്റേ IFFKയിലൊക്കെ മാത്രം കളിച്ചിട്ടുള്ള 2 നല്ല സിനിമകളാണ്, കൊമേഴ്ഷ്യലി റിലീസായിട്ടില്ല. അപ്പോൾ ഈ ഏതോ ഫിലിം സർക്കിൾ വഴി ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കഥ വന്നപ്പോൾ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ആരുടെ അടുത്ത് പിച്ച് ചെയ്യാം എന്നൊക്കെ, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആരുടെ അടുത്ത് പിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവർ ജിയോ ബേബിയായിട്ട് കോൺടാക്ട് ചെയ്യുന്നു, റീച്ചിങ് ഔട്ട് ഫോർ ഹെൽപ്പ് പ്രൈമറിലി. ജിയോ ചേട്ടൻ ഈ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നാൽ ഞങ്ങൾ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജിയോ ചേട്ടനെ ഏറ്റെടുക്കുമായിരുന്നു പ്രോജക്റ്റ്. അപ്പോൾ എന്നെ ആദ്യം വിളിക്കുന്നത് ജിയോ ചേട്ടനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു പരിപാടിയുണ്ട്, എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നീ ഒന്ന് കേട്ടിട്ട് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ജിയോ ചേട്ടൻ വിളിക്കുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ കംഫർട്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യനായതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ ഡീൽ ചെയ്യാം. നമുക്ക് ഇത് എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഹാപ്പിലി ഇമ്മീഡിയറ്റ്ലി കേൾക്കാം. എന്നിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ജിയോ ചേട്ടൻ്റെ അടുത്ത് പറയാം വർക്കായിട്ടില്ല. അതിനകത്ത് വേറൊരു ഈഗോ പ്രശ്നമില്ല, ഒന്നുമില്ല. ഹീ റിയലി നോസ് ഹൗ ടു ടേക്ക് നോ ഫോർ എൻ ആൻസർ. അത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ജിയോ ചേട്ടൻ പറഞ്ഞതായതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും പുള്ളി ചെയ്യുന്ന നല്ല സിനിമകളും പുള്ളി ബുദ്ധിയുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ നല്ല എന്തെങ്കിലും പരിപാടി ആയിരിക്കുമെന്ന്. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി കേട്ട് ഡയറക്ടറുടെ മുമ്പത്തെ ഒരു സിനിമ കണ്ടു, അതിശയങ്ങളുടെ വേനൽ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇന്നായി. അങ്ങനെ ഇതിൻ്റെ പല ഘട്ടങ്ങളിലും പല പരിപാടികൾ നീക്കിയതും പല ആൾക്കാരെ ഇന്നാക്കിയതും ഒക്കെ ജിയോ ചേട്ടനാണ്. അതുകൊണ്ടാണ് ജിയോ ബേബി പ്രസൻസ്. മുമ്പ് മണിരത്നത്തിൻ്റെ മദ്രാസ് ടാക്കീസ് പ്രസൻസ് ഞങ്ങൾ കണ്ടായിരുന്നു, പാരഡൈസിന്. ആ പ്രസൻസ് എങ്ങനെ വന്നു? ആ പ്രസൻസ് എനിക്കൊന്ന് അതിൻ്റെ ഡയറക്ടർ പ്രസന്ന സാറും മണിരത്നം സാറും തമ്മിൽ ഭയങ്കര രസമുള്ളൊരു കുറേ നാളായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകൾ കാണും, റിലീസിനൊക്കെ മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്യും, നോട്ട്സ് ഡിസ്കസ് ചെയ്യും, സ്ക്രിപ്റ്റ് വൈസിൽ തന്നെ ചർച്ചകളൊക്കെ എനിക്കൊന്ന് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അഗൈൻ മണി സാർ പാരഡൈസ് കണ്ടു റിലീസിനൊക്കെ ഒരുപാട് മുമ്പ്, റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്ന മുമ്പ്, ഫെസ്റ്റിവൽ ആപ്ലിക്കേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. ആൻഡ് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഹീ വാണ്ടഡ് ടു ലെൻഡ് ഹിസ് പ്രൊഡക്ഷൻ ഹൗസസ് നെയിം ടു ഇറ്റ്. അതങ്ങനെയാണല്ലോ യൂഷ്വലി, അങ്ങനെ ഒരു ആംഗിളും ഉണ്ടല്ലോ ഇതിന്. കുറച്ചും കൂടെ ഈ പടത്തിലേക്ക് കുറച്ച് അറ്റൻഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനിലാണ് ഞാനോ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസോ നിൽക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരവിടെ വയ്ക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പേരവിടെ വയ്ക്കുന്നു എന്നുള്ളൊരു രീതിയിൽ. ടീച്ചറിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പേര്, ഈ സിനിമയിലെ പേര് ഭയങ്കര സൂപ്പറാണ് എന്ന് എഴുതിയിട്ടുണ്ട്. പേരിനെ കുറിച്ച് എന്താ പറയുള്ളത്? സറിൻ എനിക്ക് കുറേ നാളായിട്ട് അറിയാവുന്ന ആക്ടർ ആക്ച്വലി. അപ്പോൾ ആദ്യം ഈ സിനിമ ഡിസ്കസ് ചെയ്യുമ്പോൾ വേറൊരു ആക്ട്രസ് ആയിരുന്നു ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിൽ ചെറിയ ഡിലേ ഒക്കെ വന്നു ഷൂട്ട് തുടങ്ങാൻ. അപ്പം അങ്ങനെ ഡേറ്റ് ഇഷ്യൂ, ഒരു ആക്ടർ മാറി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം എന്നെ പ്രശാന്ത് വിളിച്ചിട്ട് പറഞ്ഞു, മറ്റേ ഇതിലെ മറ്റേ സീൻ പോലെ ഒരു നടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സറിൻ ഷിഹാബ്. അവർ സറിനെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് ചെന്നൈയിൽ കോളേജ് ചെയ്തിരുന്നു. 2 സെപ്പറേറ്റ് കോളേജസ് ആയിരുന്നു. സറിന് IIT-യിലായിരുന്നു, ഞാൻ MCC-യിലായിരുന്നു. പക്ഷേ രണ്ടുപേരും നാടകങ്ങളും കോളേജ് തിയേറ്റർ ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പല ഈ ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് മുതൽ അറിയാം. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ആദ്യത്തെ 1-2 മലയാളം പടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോണ്ടിച്ചേരിയിലൊരു വർക്ക്ഷോപ്പിനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സാറിനെ അറിയാം. പിന്നെ വി ബിൻ ഫ്രണ്ട്സ് സിൻസ് ദെൻ. ഫാമിലി മാനിലൊക്കെ അഭിനയിക്കുന്ന സമയമൊക്കെ ബിൻ ഫോളോയിങ് സാറിൻ്റെ ട്രാക്ക്. അങ്ങനെ ഇതിലേക്ക് സാറിന് വന്നപ്പം ഭയങ്കര രസമുള്ളൊരു കംഫർട്ട് ആംഗിൾ ഉണ്ടായിരുന്നു അതിനകത്ത്. കാരണം ഇവർ ഒരു ഹിസ്റ്ററി ഉള്ള 2 പേരാണ്. അപ്പോൾ അത് ഓൾറെഡി കുറച്ച് നാൾ നമുക്ക് പരിചയമുള്ള, കുറച്ച് നാൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ വരുമ്പോഴത്തേക്കിനും കുറേയൊക്കെ ഹോംവർക്ക് ഡണ്ണാണ് ഓൾറെഡി. അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഷീസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ ആട്ടവും മറ്റേ ഈ രേഖാചിത്രവും ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പം അതെല്ലാവർക്കും അറിയാം. പക്ഷെ അന്നേ എനിക്കറിയായിരുന്നു. റോഷൻ സെറിൻ പേർ നല്ലതാണെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് സെറിനാണോ? തൽക്കാലം ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ. നയൻതാര എൻ്റെ പേരല്ലായിരുന്നല്ലോ, അതെ, കോ ആക്ടർ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് ഇത്തിരി നേരം ടീസറിൽ ഒരു ഡയലോഗ് ഉണ്ട്, സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ എല്ലാ വീടുകളും. അങ്ങനെയാണോ? അയ്യോ, അത് മൈത്രേൻ്റെ അഭിപ്രായമാണ്. അപ്പം നമ്മൾ മൈത്രേനോട് സംസാരിക്കുന്നതേ ഉള്ളൂ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളി തന്നെയാണ് കറക്റ്റായിട്ടുള്ള ഒരാൾ. അപ്പോൾ പുള്ളിയോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് സ്ക്രിപ്റ്റിലുണ്ടായതാണോ അതോ മൈത്രേൻ കഴിയുന്നുണ്ടോ? ഇല്ല, നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിൽ അത് എഴുതുന്നത് തന്നെ എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എഴുതുന്നത് തന്നെ ചിലപ്പോൾ മൈത്രേനായിട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അതിന് മുമ്പുള്ള കോൺവെർസേഷൻസിൽ നിന്നൊക്കെ തന്നെ എടുത്തിട്ട് തന്നെ. കാരണം മൈത്രേൻ്റെ
അല്ലാത്തൊരു ഒപ്പീനിയൻ പുള്ളി വന്നതെന്ന് പ്രസൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ അത് അവിടെ വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. എങ്ങനെയുണ്ട് മൈത്രേനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട്? അത് ഭയങ്കര രസമായിരുന്നു. കോൺവെർസേഷൻ ഭയങ്കര രസമാണ്. എനിക്ക് നേരത്തെ അറിയാം മൈത്രേനെ, ഇപ്പോൾ കനി വഴിയുള്ള പരിചയമുണ്ട്. അപ്പം ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻസിൽ അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ കോൺവെർസേഷൻ പുഷ് ചെയ്യാൻ പറ്റുന്ന അറ്റം വരെ നമുക്ക് പോകാം, അതിനപ്പുറത്തേക്ക് പിന്നെ മൈത്രേന് മാത്രമേ പോകാൻ പറ്റുള്ളൂ, നമുക്ക് കേട്ടിരിക്കേണ്ടി വരും. അങ്ങനെയാണ് അത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ആൻഡ് ഈ നമ്മുടെ അഭിപ്രായം എന്താണെങ്കിലും അത് യോജിക്കുന്നതാണെങ്കിലും എതിരഭിപ്രായമാണെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ കുറച്ചും കൂടെ കൊഴുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ. മഞ്ചാടി ഗുരുവിനെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഞ്ചാടി ഗുരുവിനെ പറ്റി പടത്തിനെ പറ്റി സോറി അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. പക്ഷേ മഞ്ചാടി ഗുരു കാണുമ്പോൾ ഏത് പോയിന്റിലാണ് എനിക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നിയത്? എനിക്കത് ഫുൾ പടം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓവറോൾ കിട്ടിയൊരു, അതായത് ദി ഇമോഷൻ ദ ഫിലിം ലീവ്സ് യു വിത്ത്, അതുണ്ടല്ലോ പടം തീർന്നു കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ്. എനിക്കൊരു സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ നിന്ന് ആ അടുത്തെങ്ങും അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേയൊക്കെ ഭയങ്കര സബ്ജക്റ്റീവാണ്. ഇപ്പോൾ നമ്മളെന്ത് മൈൻഡ് സെറ്റിലിരുന്നൊരു സിനിമ കാണുന്നു, നമ്മൾ എവിടെ ഇരുന്ന് കാണുന്നു, എപ്പോൾ കാണുന്നു, അതൊക്കെ വലിയ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ കുറേ നാൾ ചെന്നൈയിൽ കോളേജിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പെട്ടെന്ന് ഒരു പ്രാവശ്യം വീട്ടിലേക്ക് തിരിച്ച് കുറച്ച് ദിവസത്തേക്ക് വന്നപ്പോൾ അവിടെ ഇതിൻ്റെ DVD കണ്ടിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പടം തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഭയങ്കര മൂവ്ഡായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ നിന്നൊരു ഫീലിംഗ് കിട്ടുമെങ്കിൽ ഇത് ചെയ്യൽ ഭയങ്കര. അപ്പോൾ നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സ്റ്റോറി ടെല്ലിങ്, ആക്ടിങ് എന്നുള്ള ഏരിയയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര പ്രൊഫഷണലായിട്ടൊന്നും അല്ലെങ്കിലും ആ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്, കഥ പറച്ചിൽ പല മോഡുകളിലൂടെ. അപ്പോൾ ഇങ്ങനൊരു കഥ പറച്ചിൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാവണം എന്ന് തോന്നി മഞ്ചാടി ഗുരു തീർന്നപ്പോൾ. മഞ്ചാടി ഗുരു സിനിമ കണ്ടപ്പോഴാണ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. അതെ. ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയാം. ഈ സിനിമ എപ്പോഴാണ് ചെയ്യണം തീരുമാനിച്ചതെന്നാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഓക്കെ. ആദ്യത്തത് ഇത്തിരി നേരം, ഇനി വരാനുള്ള 31ാമത്തെ പടം. ഇത്തിരി നേരം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ ഫസ്റ്റ് മീറ്റിങ്ങിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജിയോ ചേട്ടൻ പറഞ്ഞിട്ട് ഏകദേശം ലോക്ക്ഡൗൺ രണ്ടാമത്തേതൊക്കെ കഴിയുന്ന ടൈം. അപ്പോൾ ഞങ്ങൾ സൂമിലാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പ്രശാന്തും ഇതിൻ്റെ റൈറ്റർ വിശാഖൻ രണ്ടുപേരും ആ കോളിലുണ്ട്. രണ്ടുപേരും ഭയങ്കര ജെന്യുവൻ മനുഷ്യരായിട്ട് തോന്നി. ആൻഡ് ഫോർ വെരി ജെന്യുവൻ റീസൺസ് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങിയ രണ്ടാൾക്കാർ. അപ്പോൾ അവരാദ്യം തന്നെ പറഞ്ഞു, നമുക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ആക്ടർ എടുത്ത് പിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഡ് കഥാപാത്രത്തിൻ്റെ പേര് റോഷൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഓക്കെ അല്ലേ എന്ന് ചെയ്യാൻ പറഞ്ഞു. എനിക്കത് ഒട്ടും ഓക്കെ അല്ല, അപ്പോൾ പേര് മാറ്റാം, നമുക്ക് നിങ്ങൾ കഥ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാനത് വായിച്ചപ്പോൾ നല്ല റൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ പ്രശാന്തിൻ്റെ സിനിമ ഇതിനു മുമ്പത്തെ ഒരെണ്ണം ഉണ്ട്, വേണേൽ റോഷൻ ഒന്ന് കണ്ടു നോക്കുന്നു ജിയോ ചേട്ടൻ ഭയങ്കര കാഷ്വലായിട്ട് പറഞ്ഞ് ലിങ്ക് അയച്ചു തന്നു. ആ പടം കണ്ട് തീരുന്നതിന് മുമ്പാണ് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്ന മൊമെൻറ്റ്. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയൊരു സിനിമയാണ് അതിശയങ്ങളുടെ വേനൽ എന്ന് പറയുന്ന പടം. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ലാപ്ടോപ്പിലാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പെട്ടെന്ന് പോസ് ചെയ്ത് ലാപ്ടോപ്പ് ഒന്ന് മടക്കിയിട്ട് ഫോൺ എടുത്തിട്ട് നമുക്ക് ചെയ്യാട്ടോ പരിപാടി എന്ന് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ. എന്നിട്ട് നായകൻ്റെ പേരെന്താ ഇപ്പോഴത്തെ? ഇപ്പം മാറ്റി അനീഷ് എന്നാക്കിയിട്ടുണ്ട്. ശരിക്കും റോഷൻ എന്നുള്ള പേര് നല്ലതല്ലേ? നല്ല പേരാ. പക്ഷേ എനിക്കിത് ഇപ്പോൾ ആ ക്യാരക്ടറിന് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നാമത്. സെക്കൻഡ്ലി, ഇത്രയും വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ പേരല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും അതിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനായിട്ട് ആ മൊമെൻറ്റ് തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എനിക്കതൊരു ഡിസ്ട്രാക്ഷൻ പോലെ ഫീൽ ചെയ്തു. പിന്നെ ഇത് ഭയങ്കര സാധാരണമായ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണമായ മനുഷ്യൻ്റെ ലൈഫ് നടക്കുന്ന സാധാരണ കഥയാണ്. വെറുതെ എന്തിനാണ് നമ്മൾ നമ്മുടെ പേരൊക്കെ എടുത്ത് അതിനകത്തിട്ടിട്ട് വേറെ എന്തോ ലെയറോ അത് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. ഇതുപോലെ പേര് മാറ്റിയ വേറെ പടങ്ങളുണ്ടോ? ഇല്ലില്ല, ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു സാധനത്തിൻ്റെ പേര് മാറ്റി. ഇതിനു മുമ്പ് ആക്ച്വലി വേറൊന്നത്തിന് പേര് മാറ്റിയിട്ടുണ്ട്, അത് റൈറ്റർ തന്നെയാണ് മാറ്റിയത്. ഈ റോന്ത് എന്ന് പറയുന്ന പടത്തിൽ ദിന്നാഥ് എന്നായിരുന്നില്ല ആദ്യം പേര്. ആദ്യം ആ ക്യാരക്ടറിൻ്റെ പേര് വേറൊരു പേരായിരുന്നു, അജയൻ എന്നായിരുന്നു. അത് പോത്തേട്ടനാണ് പറയുന്നത്. പോത്തേട്ടൻ ഷാഹിയുടെ അടുത്ത് പറഞ്ഞ് ആ പേര് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു സാധനം ആലോചിക്കൂ. അപ്പോൾ ഷാഹി ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് ദിന്നാഥ് എന്നുള്ള സാധനം പറഞ്ഞു. ഞാനിതുവരെ കേട്ടിട്ടില്ല, അഞ്ഞൊരു പേരായിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു അഡീഷനായിട്ട് തോന്നി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മോൻ്റെ പേരാണ്. അത് അവിടുന്ന് തന്നെയാണ് ഷാഹിക്ക് അത് കിട്ടുന്നത്. ഷാഹി വർക്ക് ചെയ്തിട്ടുണ്ട് ദിന്നാഥ്, എനിക്കൊന്ന് നിലവിഴ പൂഞ്ചിറയിൽ ഷാഹിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ദിന്നാഥ് പുത്തഞ്ചേരി. അപ്പോൾ അവിടുന്ന് എടുത്തതാ ആ പേര്. ആണോ? അതെ. ദിന്നാഥ് ഇവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആണോ? അത് ശരി. ഓ, പൊളി, അടിപൊളി. ഓക്കെ. അടുത്തത് റോന്ത് ഏത് നിമിഷത്തിലാണ് ഇത് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്?
ഞാൻ ഏകദേശം ഷാഹിനെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ, അതായത് കഥ കേൾക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു. കഥ കേട്ടില്ലെങ്കിൽ ഞാൻ കാരണം എനിക്ക് നായാട്ടും ജോസഫും പിന്നെ എസ്പെഷ്യലി ഇലവീഴ പൂഞ്ചിറയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. ഇലവീഴ പൂഞ്ചിറ ഷാഹി ഡയറക്റ്റ് ചെയ്തതും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ റോന്ത് കേൾക്കാൻ പോകുമ്പോൾ പുള്ളി ഡയറക്റ്റ് ചെയ്യാനും കൂടെ ഉദ്ദേശിക്കുന്ന സാധനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ കുറച്ചും കൂടെ ആലോചിക്കുന്ന ഇലവീഴ പൂഞ്ചിറനെ പറ്റിയിട്ടാണ്. പിന്നെ നമ്മുടെ എന്നുവെച്ചാൽ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് രാജേഷ് മാധവൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഷാഹി. അപ്പം അങ്ങനെ രാജേഷ് പറഞ്ഞിട്ടൊക്കെ ഷാഹിനെ പറ്റി ഒരുപാട് എനിക്കറിയാം. എനിക്ക് ഈ ആളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഓൾറെഡി ഉണ്ട്. എന്തെങ്കിലും വിളിച്ചാൽ എന്ത് പരിപാടിയാണെങ്കിലും ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഇരിക്കുന്നത്. ഈ കഥയുടെ ഷാഹിയുടെ വേർഷൻ വേറെയാണ്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഏകദേശം തീരുമാനിച്ചിട്ടാണ് പോയിരുന്നത്. കഥ എന്തായാലും നമ്മൾ ചെയ്യും. എന്തായാലും ചെയ്യും. എനിക്ക് പിന്നെ നരേഷൻ കേട്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മനസ്സിലായൊന്നുമില്ല. അപ്പം ഞാൻ എന്നിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഷാഹി വിചാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ശരിക്കും. പുള്ളി ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് കുറേ സംഭവങ്ങൾ ഇതെല്ലാം കൂടെ എവിടെ അങ്ങനെ ആയിപ്പോയി. ഞാൻ മനസ്സിലാവാതെ ഇതുപോലെ തമസപ്പടിച്ച വേറെയും പടങ്ങളുണ്ടോ? കോബ്ര പോയിട്ട് നരേഷൻ കേൾക്കാനിരുന്ന ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വരെ അവർ പറഞ്ഞു തീർത്തപ്പോൾ ഞാൻ വിചാരിച്ച് പടം തീർന്നു. ഞാൻ എണീറ്റു. അപ്പോൾ അവർ മറ്റേ ഇൻ്റർവെൽ സാർ മറ്റേ എൻ്റെ അമ്മേ ഇത് ഇനിയുണ്ടോ എന്നുള്ള മൂഡിലായിരുന്നു. പക്ഷെ അത് പിന്നെ അങ്ങനെ ഒരു പരിപാടി ആ സമയത്ത് എവിടെയും മലയാളത്തിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉടനെ ഉണ്ടാവുമെന്ന് തോന്നിയില്ല. ആ സ്കെയിലിൽ അങ്ങനെ ഒരു സൈക്കോട്ടിക് വില്ലൻ. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ. ഓക്കെ, അടുത്ത പടം ആനന്ദം ഞാൻ ചൂസ് ചെയ്തതല്ലല്ലോ, പടം എന്നെ ചൂസ് ചെയ്തതല്ലേ. പിന്നെ ഞാൻ ഓഡിഷനെ പറ്റി അറിഞ്ഞത് രാകേഷ് മൺടോടി വഴിയാണ്, റൈറ്റർ രാകേഷ് മൺടോടി വഴി. അപ്പോൾ രാകേഷ് ഏട്ടൻ പറഞ്ഞ് ഇവർ കോളേജസിലൊക്കെയാണ് കൂടുതൽ ഓഡിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് ബോംബെയില. അപ്പോൾ എനിക്ക് ഒരു സെപ്പറേറ്റ് ഓഡിഷൻ ഏകദേശം സെറ്റ് ചെയ്തു. അപ്പം ഞാൻ അത് പോയി ഓഡിഷൻ ചെയ്തു. അപ്പോൾ ഏകദേശം പടത്തിനെ പറ്റിയിട്ട് ബേസിക് ഡീറ്റെയിൽസ് അറിയാം. ഗണേശേട്ടനെ അവിടെ പരിചയപ്പെട്ടു, AD ടീമിലൊക്കെയുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. ഭയങ്കര പൊളി വൈബ്. പിന്നെ ആ സമയത്ത് നമ്മൾ വർക്ക് ആക്റ്റീവ്ലി തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദിസ് ഓൾറെഡി ഫീൽസ് ലൈക്ക് ഒരു ഭയങ്കര ഗുഡ് പ്രോജക്റ്റ്, അല്ലെ ടു ഗുഡ് ടു ബി ട്രൂ എന്നുള്ള പ്രോജക്റ്റ്. അപ്പോൾ ഒരു രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തതല്ല, എന്നെ സെലക്ട് ചെയ്താൽ ഞാനുണ്ട് എന്നുള്ള മൂഡിൽ പോയി ഓഡിഷൻ ചെയ്തു. വിളി വന്ന മൊമെൻറ്റ് നമ്മൾ മറ്റേ ബെഡിങ് കിടക്കെ എടുത്തെങ്കിൽ പോകുന്നു. അങ്ങനെ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഹംപിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ ഹംപി മൊത്തം അലമ്പായിട്ടാണെന്ന് പറഞ്ഞു. ഹംപിക്കാരെ നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്നുണ്ട്. അവന്മാരെവിടെ 7 ഒന്ന് പാട്ടം ഷൂട്ട് ചെയ്തിട്ട് ഇല്ല. പക്ഷേ ആക്ച്വലി ഭയങ്കര രസമാണ് അത്. ഞാൻ ആദ്യമായിട്ട് പോകുന്ന പടത്തിൻ്റെ സമയത്താണ് എല്ലാവരും പോയിട്ട് അലമ്പാക്കുന്നതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഭയങ്കര സ്വാഭാവികമായിട്ടും അത് ഒരു ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു കീപ്പ് ഇറ്റ് ദ വേ ഇറ്റ് ഇസ്, ഓർ കീപ്പ് ഇറ്റ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. പക്ഷേ ഹംപി ടൂറിസം ഭയങ്കര ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ക്രെഡിറ്റെങ്കിലും ആനന്ദത്തിൻ്റെയാണ്. അടുത്തത് കുരുതി. ഏത് നിമിഷത്തിലാണ് ചെയ്യാൻ തീരുമാനിച്ചത്? കുരുതി അഗൈൻ ഇപ്പോൾ ഞാൻ രാജുവിൻ്റെ വീട്ടിലാണ് അതിൻ്റെ നരേഷന് പോകുന്നത്. അതെ. അപ്പോൾ ഓൾറെഡി ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. ഞാനിതിൻ്റെ ഫുൾ കഥ കേട്ടു. കഥ കേട്ട സമയം മൊത്തം ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആക്ടർ ഏത് ക്യാരക്ടർ പ്ലേ ചെയ്യും എന്നുള്ള രീതിയിലല്ല, കഥയായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ കഥ കേട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ലീഡ് ക്യാരക്ടറുണ്ട്, ലായിക്ക് എന്ന് പറഞ്ഞ വില്ലനുണ്ട്, പിന്നെ നസ്ലൻ ചെയ്ത ക്യാരക്ടർ ഇബ്രാഹിമിൻ്റെ ബ്രദർ. അപ്പോൾ ഈ സാധനം കേട്ട് കഴിയുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇത് ആരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ആ ബ്രദർ അല്ലെങ്കിൽ അതായത് നസ്ലിൻ ചെയ്ത ക്യാരക്ടർ, അല്ലെങ്കിൽ ആ വില്ലൻ. പക്ഷേ അത് ശരിയാവുമോ? കാരണം പൃഥ്വിയായിരിക്കും ലീഡ് എന്നുള്ള സാധനം. അപ്പോൾ ഇത് ഫുൾ നറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര വർക്കായി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ. അപ്പോൾ അതിനകത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് ഞാനിങ്ങനെ അപ്പം പൃഥ്വി ചെയ്ത് ഞാൻ ലൈക്കായിരിക്കും ചെയ്തത്. ഞാൻ പൊളി ഓക്കെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ആണും പെണ്ണും. ആണും പെണ്ണും ആഷികേട്ടൻ വിളിച്ച മൊമെൻറ്റിൽ തന്നെ ചെയ്യാൻ ഡിസൈഡ് ചെയ്തതാണ്. എന്നിട്ട് ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് ആഷികേട്ടൻ പറഞ്ഞ് ഞാൻ ഈ കഥയൊന്ന് അയച്ചു തരാം, ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചപ്പോൾ പേടിയായി. പക്ഷേ അഗൈൻ ആഷികേട്ടൻ വിളിച്ചപ്പോൾ തന്നെ ചെയ്യണം. ഇതുപോലെ ഷാഹിയുടെ സിറ്റുവേഷൻ പോലെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ആഷികേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നത്. നീല വെളിച്ചത്തിനൊക്കെ മുമ്പാണല്ലോ. അപ്പോൾ പിന്നെ മായനദി ജസ്റ്റ് കണ്ടിട്ടിരിക്കുന്ന ടൈമുമാണ്. ആഷിഖ് അബു എന്ന് പറയുന്നത് മറ്റേ ക്രേസാണ് ആ പോയിന്റിൽ.
കുറ്റിക്കാട്ടിൽ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ട. പിന്നെ ഇത് ഭയങ്കര ഫണ്ണായിരുന്നു ആക്ച്വലി. ഭയങ്കര രസമുള്ളൊരു ഭയങ്കര ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്താണ്. അതെ, ഭയങ്കര ഭയങ്കര രസമുള്ളൊരു സെറ്റായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ ആൻഡ് നമ്മൾ ഭയങ്കര കംഫർട്ടബിളായി. ആക്ടേഴ്സ് എല്ലാവരും അവിടെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പണിയെടുത്തത്. ഭയങ്കര ഹെക്റ്റിക് പണിയൊന്നുമില്ല. 6-7 ദിവസം ചാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 5-6 ദിവസം കൊണ്ട് ആ സിനിമ തീർന്നു മൊത്തം. രസമുള്ള ലൊക്കേഷൻസ്, ഭയങ്കര രസമുള്ള ആൾക്കാർ വർക്ക് ചെയ്യാൻ. ഷൈജുക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് എല്ലാവരും അവരവരുടെ പണി വൃത്തിക്കെടുക്കാൻ മാത്രം നോക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ആൻഡ് അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സെറ്റിങ്ങിൽ അത് പോസിബിളാണ്, അല്ലെ ഭയങ്കര ഈസിലി പോസിബിളാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി പ്യുവർ ഒരു സെറ്റായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയബിൾ ഷൂട്ടായിരുന്നു. ഈ ലിസ്റ്റിൽ ലാസ്റ്റ് പടം കൂടെ ഒബ്വിയസ്ലി അഞ്ജലി മാം. അത് ഓഡിഷനായിരുന്നു അഗൈൻ. കുറേ പേരുണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന ദിവസം വേറെ 2-3 ആക്ടേഴ്സ് ഓഡിഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മളാരും അങ്ങനെ തമ്മിൽ കാണുന്നൊന്നുമില്ല. പല പല സമയത്താണ് നമ്മൾ വിളിച്ചിരുന്നത്. ഞാൻ ആദ്യം ഓഡിഷൻ ചെയ്തത് ആക്ച്വലി സിദ്ധാർത്ഥ് ഇവൻച്വലി ചെയ്ത ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടെ ഒരു റീമേക്ക് ആണല്ലോ, ഹാപ്പി ജേണി എന്ന് പറയുന്ന പടത്തിൻ്റെ റീമേക്ക്. അപ്പോൾ ആ ക്യാരക്ടറാണ് ശരിക്കും ഈ കുട്ടിയായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവുന്ന കുട്ടിയുടെ ബോയ് ഫ്രണ്ട്, ബേസിക്കലി ആ ലീഡ് സിംഗർ. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ഓഡിഷൻ ചെയ്ത് അത്ര ശരിയായില്ല എന്നുള്ള സെൻസ് എനിക്കും കിട്ടി, അവർക്കും കിട്ടി. പിന്നെ ഞാൻ വന്ന ലെവൽ എക്സൈറ്റ്മെൻറ്റിൽ അവർക്ക് എന്നെ പറഞ്ഞുവിടാൻ വിഷമം തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞ് വേറൊരു ആക്ടർ ആ ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ ചെയ്യുമ്പോൾ വേണം കൂടെ നിന്നു. കാരണം ഫ്രണ്ട്സായിട്ട് ബാൻഡ് മെമ്പേഴ്സ് വേറെ 2-3 പേരുണ്ട്. അതിലേതെങ്കിലും ക്യാരക്ടർ വർക്കൗട്ടായി. ഞാനപ്പോൾ അഞ്ജലി മാൻ്റെ പടമാണ് ബ്രോ, ഏത് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ ചെയ്യുമെന്നുള്ള മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈഡിലുള്ള ഒരു മറ്റേ ഈ ഇവരുടെ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്ന കൃഷ്ണ എന്ന് പറയുന്ന ക്യാരക്ടർ, അവന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്ത് ആ സീനിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ സാധനം മാമിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ഓഡിഷനൊക്കെ കണ്ടിട്ട് പോയിട്ട് ഇത് റീറൈറ്റ് ചെയ്തു. ഈ ജെന്നിയുടെ ബോയ് ഫ്രണ്ട് ആവുന്ന ക്യാരക്ടർ ഈ ലീഡ് സിംഗർ എന്നുള്ളതിൽ നിന്ന് മാറി ഇതായി. അങ്ങനെയാണത് പരിപാടി വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ആ ഒറിജിനൽ പടവും ഇതും തമ്മിലുള്ളൊരു വൺ ഓഫ് ദി മെനി ഡിഫറൻസസ് അതാണ്. അത് ഭയങ്കര സോളക്സ്. അഗൈൻ ഞാൻ ചൂസ് ചെയ്ത പടമല്ല, എന്നെ ചൂസ് ചെയ്ത പടമാണ്. ഓക്കെ, അഞ്ജലി മേനോൻ്റെ മഞ്ചാടിക്കുരു കണ്ടിട്ട് സിനിമയിൽ വരാൻ ആഗ്രഹിച്ച ആൾ തിരിച്ച് അഞ്ജലി മേനോൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴുള്ള ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഭയങ്കര മാജിക്കലായിരുന്നു. എനിക്ക് ഞാനിങ്ങനെ പണ്ട് മുതലേ കോമഡിയായിട്ട് എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു. അരുൺ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതായത്, ഞാൻ പണ്ട് എൻ്റെ ഫോണിൽ അൺനോൺ നമ്പറിൽ നിന്ന് ഏത് കോൾ വന്നാലും ഞാൻ പറയുമായിരുന്നു, 1 സെക്കൻഡ് അഞ്ജലി മേനോൻ വിളിക്കുന്നു, ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു പ്രാവശ്യം അഞ്ജലി മേനോൻ വിളിച്ചു. എൻ്റെ ഫോണിലൊന്നും അല്ല, ഗണേഷ് ചേട്ടനെ വിളിച്ചു. ഗണേഷ് ചേട്ടൻ അവർ ബാംഗ്ലൂർ ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഞ്ജലി മാമോട്ട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഷീ സെഡ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ തന്നെ മറ്റേ ഫ്ലാറ്റ്. പിന്നെ എന്നെ മനോജ് കണ്ണോത്ത് എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ മനോജേട്ടനാണ് വിളിക്കുന്നത്. മനോജേട്ടൻ കൂടെയുടെ കാസ്റ്റിങ്ങിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. രാജേഷ് ചേട്ടനും മനോജേട്ടനും 2 പേരും കൂടെ. അപ്പോൾ മനോജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അഞ്ജലി മാമിൻ്റെ പരിപാടിയാണ്, ഒന്ന് ഓഡിഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, ജസ്റ്റ് ബി ലൈക്ക് കോൾഡ് ടു ഓഡിഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ആ മൂഡിലാണ് ചെല്ലുന്നത്. എന്ത് പരിപാടിയാണെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്ക് പടം എങ്ങനെയും ചെയ്യണം എന്നുള്ള സാധനം. പിന്നെ മറ്റേ ആ ഫോൺ അടിക്കുന്ന മൊമെൻറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓഡിഷൻ ചെയ്ത് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ, മനോജേട്ടൻ വിളിക്കുന്നില്ലല്ലോ ഇല്ലല്ലേ എന്നൊക്കെ. അങ്ങനെ പല ഫ്ലക്ച്വേഷൻസിലൂടെ പോയി ഫൈനലി കോൾ വന്നു. നീ സെഡ് ഉണ്ട്, ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ, അത് കഴിഞ്ഞിട്ട് നേരെ ഷൂട്ട്. ഓക്കെ, അങ്ങനെ. എന്നോട് ഗണേഷ് രാജ് പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി മേനോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചാണ് സീൻ ഷൂട്ട് ചെയ്യാന്ന്. അങ്ങനെയാണോ? അതെ. അത് അത്രയും ടൈം അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു മാമിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് കൂടുതൽ അങ്ങനെയാണ്. ഞാൻ ആ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഷൂട്ടിന് മുമ്പ് പോലും ഈ കുറേ സംസാരിക്കും ഇതിനെപ്പറ്റി. കുറേ കൂടെ തോട്ട് ബേസ്ഡ് ഡയറക്ഷനൊക്കെ എനിക്ക് ആദ്യം കിട്ടുന്നത് ആ സെറ്റിലാണ്. അല്ലാത്തപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റേണൽ ആയിരിക്കുമല്ലോ, ലൈക്ക് മൂവ്മെൻറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ആക്ഷൻ ബേസ്ഡ് പരിപാടികളാണ്. ഇത് ഇപ്പോൾ ഈ എന്തായിരിക്കാം മറ്റ് ചിന്തിക്കുന്നത് ഈ ക്യാരക്ടർ എന്നൊക്കെയുള്ളതിലേക്ക് നമ്മളെ പുഷ് ചെയ്യും പതുക്കെ. മാം ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് ആ പണി എടുത്തിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു തരുമല്ല, ഇതൊന്ന് ചിന്തിച്ച് നോക്കുക, അങ്ങനെയൊന്നുമല്ല, നമ്മളെ ആ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന സെറ്റ് ശരിക്കും കൂടെയാണ്. ഇപ്പോൾ കുറേ ഹിന്ദി പടങ്ങൾ ചെയ്യുന്നുണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ചൊക്കെ. പണ്ട് കുറച്ചു കാലം മുംബൈയിലുണ്ടായിരുന്നല്ലേ? അതെ. നമ്മൾ മുംബൈയിൽ പോയ ആൾക്കാരൊക്കെ ഷാറുഖ് ഖാന്റെ വീടൊക്കെ കാണാൻ വേണ്ടി പോകും. പണ്ട് മുംബൈയിൽ ഈ സിനിമാക്കാരുടെ വീടിന് മുന്നിലൊക്കെ പോയി നിൽക്കുമായിരുന്നു. ഞാൻ അങ്ങനെ പോയി നിന്നിട്ട് ഇല്ല. ഞാൻ ഭയങ്കര കൗതുകം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്.
അപ്പോൾ ഷാറുഖ് ഖാൻ്റെ വീടൊക്കെ ആദ്യമായിട്ട് മറ്റേ ബാൻഡ് സ്റ്റാൻഡ് ഏരിയയിലേക്ക് പോയപ്പോഴത്തേക്കിനും ഇങ്ങനെ കൂടെ നമ്മുടെ ബോംബെക്കാർ ഫ്രണ്ട്സ് തന്നെയുണ്ട്. നമ്മൾ ചോദിക്കാതെ തന്നെ അവർ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങും, ഇത് കഴിഞ്ഞിട്ടാട്ടോ, മറ്റേ ഈ റോഡ് അങ്ങോട്ട് ചെന്നിട്ടാണ്, അല്ലെ ഈ വളവ് കഴിഞ്ഞിട്ടാണെന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ബിൽഡപ്പിലാണ് ഇരിക്കുന്നത്. അവർ ജസ്റ്റ് ഇങ്ങനെ പാസിങ്ങിൽ കണ്ടു. പിന്നെ ഇടയ്ക്കിടെ അതിലേ പോകുമ്പോൾ, ഇപ്പോഴും അതിലേ പോകുമ്പം ഒന്ന് നോക്കും, നോക്കാതിരിക്കത്തൊന്നുമില്ല നമ്മൾ. അന്ന് അങ്ങനെ സിനിമ ആഗ്രഹിച്ച ആൾക്കാരുടെ കൂടെ പിന്നീട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ കൂടെ ആക്ച്വലി ഡ്രാമ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറേ ആൾക്കാർ ബോംബെയിൽ നിന്ന് തന്നെയുള്ള കുറേ പേര്, മെജോറിറ്റി അവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡ്രാമ സ്കൂളിൽ വന്നവരാ. അഭിനയം പഠിക്കണം, കാര്യവും നാടകത്തിൻ്റെ സ്കൂളാണ്, പക്ഷേ ഇവൻച്വൽ ലക്ഷ്യം സിനിമയാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരായിരുന്നു എൻ്റെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും കുറച്ച് പേരൊക്കെ സിനിമകളിലുണ്ട്, കുറച്ച് പേര് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് 3-4 പേരുടെ കൂടെ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ചോക്ടിൽ എൻ്റെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. ഞാൻ വർത്തമാനം എന്ന് പറഞ്ഞ് ഇവിടെ ചെയ്തൊരു പടമുണ്ട്, പാർവതിയോട് സിദ്ധാർത്ഥ് ശിവ ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അതിൽ നമുക്ക് 1-2 ഹിന്ദി ആക്ടേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇറക്കി ഒരുത്തനെ എൻ്റെ ക്ലാസ്സിൽ നിന്ന്, ഡ്രാമ സ്കൂളിൽ നിന്ന്. അങ്ങനെ ഞാനും അവനും ഇവിടെ കോഴിക്കോട് ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ ആക്ച്വലി M. പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഥ ഞങ്ങൾ ഷൂട്ട് ജസ്റ്റ് കഴിഞ്ഞ്, അതിൻ്റെ ഡബ്ബാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എൻ്റെ ഒരു ഡ്രാമ സ്കൂൾ ബാച്ച്മേറ്റ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഡ്രാമ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ എൻ്റെ കൂടെ ഡാർലിങ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഹിന്ദി സിനിമയിൽ ഇപ്പോൾ 2 റോഷന്മാരാണുള്ളതെന്നാണ് കേൾക്കുന്നത്. ഒന്ന് ഹൃതിക് റോഷനും ഓ എൻ്റെ പൊന്നെ, പാൻ ഇന്ത്യയൊക്കെ വിട്ട് വേറെ ലെവലാണല്ലോ പരിപാടി. ഉള്ളൊഴുക്കിൽ ഡബ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ഉള്ളൊഴുക്കിൽ ഡബ് ചെയ്യാൻ ഇപ്പോൾ ക്രിസ്റ്റോ എനിക്ക് ഞാൻ ആ പടം ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ നിങ്ങളുടെ സൗണ്ട് തന്നെ ഓക്കെ. ഞാൻ ക്രിസ്റ്റോട് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞു, ഈ ചോദ്യം വേണ്ട, ഒഴിവാക്കാം, കാരണം ഇത് ആൾക്കാർക്ക് ചിലപ്പോൾ കണക്ട് ആവും. ഞാൻ ചോദ്യം ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് അവാർഡൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്റ്റോ അല്ല, അത് ചിലപ്പോൾ പടം കാണുമ്പോൾ ആ തോട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്മാർട്ട് മൂവ് ആക്ച്വലി ക്രിസ്റ്റോൻ്റെ. പക്ഷേ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയെ ക്രെഡിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുമില്ല. മേ ബി സംസാരിച്ചൊരു വിഷയമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എനിക്ക് ക്രിസ്റ്റോനെ അതിനു മുമ്പേ അറിയാം. ഞാൻ ആ സിനിമ ആദ്യം എൻ്റെ അടുത്ത് ക്രിസ്റ്റോ പറഞ്ഞിരുന്നതാണ്, എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം ഞാൻ പോച്ചർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ അത്യാവശ്യം നീണ്ട ഒരു ഷെഡ്യൂളുള്ളൊരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ ഇതിൽ ഉള്ളൊഴുക്കിൽ 1-2 ലുക്കെങ്കിലും വേണ്ടി വരും. 2 കാലഘട്ടം ഉണ്ടല്ലോ. പോച്ചറിൽ ഞാൻ മറ്റൊരു മീശയൊക്കെ മാത്രം വെച്ചിട്ടുള്ളൊരു ഫോറസ്റ്റ് ഓഫീസർ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഒരു രീതിയിലും രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ ഉള്ളൊഴുക്കിൽ നിന്ന് മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് ആ പ്രൊജക്റ്റ് പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ക്രിസ്റ്റോ വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ ചോദിക്കുന്നത് ഓക്കെയാണെന്നറിയില്ല, പക്ഷേ നമ്മുടെ ക്രിസ്റ്റോ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇത് ഏകദേശം ഒരു കുട്ടനാട് ചങ്ങനാശ്ശേരി ഏരിയയിൽ ബെൽറ്റിൽ നടക്കുന്ന കഥയാണല്ലോ. അപ്പോൾ ആ സ്ലാങ് കുറച്ച് കറക്റ്റായിട്ട് പിടിക്കുന്ന ഒരു വോയിസ് വേണം. ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തു. ഒരു വോയിസ് ടെസ്റ്റിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് വിചാരിക്കാനുള്ള മെയിൻ കാരണം, എൻ്റെ അടുത്ത് അതിന് മുമ്പ് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഡബ്ബ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ആനന്ദ് സി ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദ് ഷൂട്ട് ചെയ്തത് ആനന്ദായിരുന്നു. അപ്പം ഇത് പുള്ളി പറഞ്ഞപ്പോൾ പോലും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, നമ്മൾക്കിപ്പോൾ ഡബ്ബായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോൾ എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? നമ്മൾ ചെയ്യുന്ന പടങ്ങളിൽ നമുക്ക് അത് ഞാൻ കുറച്ച് നാളായിട്ട് സിംഗ് സൗണ്ട് പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം വന്നപ്പോൾ അതും എൻ്റെ മനസ്സിൽ കൂടെ പോയി. എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടി ഡബ് ചെയ്ത സിനിമ ഉള്ളൊഴുക്കുക. കാരണം നമ്മൾ ചെയ്തൊരു പരിപാടി ഡബ് ചെയ്യുന്ന പോലെ അല്ല, വേറൊരാളുടെ സാധനം. ഡബ്ബിങ് ആർട്ടിസ്റ്റുകളോട് ഭയങ്കരമായ ബഹുമാനം തോന്നി. വേറൊരാളുടെ തോട്ടും ടൈമിങ്ങും പ്രോസസ്സും ഒക്കെ ഫോളോ ചെയ്ത് എന്നാൽ ബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ ഇമോഷൻ ലൂസ് ചെയ്യാതെ ഈ സാധനം ഡെലിവർ ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഞാൻ മാത്രമല്ല, ക്രിസ്റ്റോയും ജയദേവനും ഒക്കെ എല്ലാവരും നിന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടി പണിയെടുത്ത പരിപാടിയാണത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമ ഡബ് ചെയ്യാൻ വിളിച്ചാ? ഇല്ല ആക്ച്വലി. ആ സിനിമ പിന്നീട് ഒരുപാട് അവാർഡ് കിട്ടിയ സമയത്ത് ഭയങ്കര നിരാശ തോന്നിയോ? ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല രസമായിട്ട് വന്നു ആ പടം. അർജുൻ ഭയങ്കര രസമായിട്ടാണ് ക്യാരക്ടർ പോർട്രേ ചെയ്തത്. അങ്ങനെ നിരാശയൊന്നും ഒട്ടുമേ തോന്നിയില്ല. പിന്നെ ലൈക്ക് ക്രിസ്റ്റോ, പാർത്തി, അർജുനൊക്കെ ലൈക്ക് പീപ്പിൾ വെരി ക്ലോസ് ടു മീ. ഉർവശി ചേച്ചിയോട് സ്വാഭാവികമായിട്ടും ഭയങ്കരമായ ബഹുമാനവും ആരാധനയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ, വെരി പ്യുവർലി സന്തോഷം. ഓക്കെ, ആനന്ദ ടീമിന് മൊത്തത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഗ്രൂപ്പിൻ്റെ പേരെന്താ?
ഭയങ്കര ക്ലീശയ, ആനന്ദം എന്ന് തന്നെയാണ് ആ സിനിമയിൽ എല്ലാവരും ഉണ്ട്. ആ സിനിമയിൽ 2 ഗ്രൂപ്പുണ്ട് ബേസിക്കലി. ആ സിനിമയിൽ എല്ലാവരും, അതായത് എല്ലാ പിള്ളേരും എല്ലാ ടെക്നീഷ്യൻസും ഉള്ള ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് ആനന്ദം മൂവി എന്നും മറ്റേ ഞങ്ങൾ കുറച്ച് പേര് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേര് ആനന്ദം എന്ന് പറയും. അത് രണ്ടും അത്യാവശ്യം ആക്റ്റീവാണ്. ഞങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പ് കുറച്ചും കൂടെ ആക്റ്റീവാന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 31 സിനിമ ചെയ്തു, 31 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, എല്ലാ പടത്തിനും ഒന്നും ഇല്ല. ഇപ്പോൾ ഏതൊക്കെ പടത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്? ചിലതൊക്കെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ട് ഡെഡായി കിടപ്പുണ്ടായിരിക്കും, ഈ മറ്റേ അപ്ഡേറ്റ്സിനായിട്ടുള്ള ഗ്രൂപ്പ്. ഇത്തിരി നേരത്തിൻ്റെ ഇപ്പോഴും ആക്റ്റീവ് സ്വാഭാവികമായിട്ടും. ചത്താപ്പച്ചയ്ക്കൊരു ഗ്രൂപ്പുണ്ട്. ആക്റ്റീവ് ആണോ? അത് ഞങ്ങളുടെ ട്രെയിനിങ് ഗ്രൂപ്പാണ്. അത് മറ്റേ ഈ ഫൈറ്റ് ട്രെയിനിങ്ങിൻ്റെ സമയവും ഷെഡ്യൂളും പരിപാടികളും ഒക്കെ കുറച്ച് പെയിൻഫുൾ ആ ഗ്രൂപ്പ്. ചത്താപ്പച്ച ഗ്രൂപ്പിൽ മമ്മൂക്ക ഉണ്ടോ? ചത്താപ്പച്ച ഗ്രൂപ്പിൽ മമ്മൂക്കയില്ല, പക്ഷെ പടത്തിൽ മമ്മൂക്ക ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. ഒന്നും അറിയില്ല, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ആക്ഷൻ ആണോ പടത്തില്? ഭയങ്കര ആക്ഷൻ എന്ന് വെച്ചാൽ അതൊരു മറ്റേ വേറെ ഒരു ബ്രാൻഡ് ഓഫ് ആക്ഷനാണ്. അതായത് ഇവർ WWE റീക്രിയേറ്റ് ചെയ്യാന്നു, അതാണ് ആ പടത്തിൻ്റെ തീം. അത്രയും ബേസിക് ഐഡിയ ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ WWE എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്ഷൻ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ ശരിക്കുള്ള ഇടി പരിപാടിയല്ല, എന്നാൽ ഇത് ഇടിയാണ് താനും. ഇത് അതെ, നല്ലോണം ഇടിക്കുന്നുണ്ടോ? നല്ല രസമുള്ള ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട്, കൊള്ളുന്നുണ്ട്. ഭയങ്കര ഫണ്ണാണ് പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഫിസിക്കലി എക്സർട്ട് ചെയ്തിട്ടുള്ള ഷൂട്ടും പരിപാടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഫൺ മൂവി ചെയ്യാൻ എനിക്ക് ഭയങ്കര. അതെ കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. എനിക്കൊന്ന് ലാസ്റ്റായിട്ട് ഫുള്ളി ഫൺ എന്ന് പറയുന്നത് എനിക്കൊന്ന് തെക്കൻ തല്ല് കേസും മഹാറാണിയൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരെണ്ണം കിട്ടുമ്പം ഭയങ്കര രസമുള്ളൊരു എനർജി ഫീൽ ചെയ്യും. ഇനി ഞാൻ 4 പേരുടെ പേര് പറയും, അതായത് കൂടെ വർക്ക് ചെയ്ത അന്യഭാഷയിലുള്ള 4 പേരുടെ പേര്. അന്യഭാഷയിലുള്ളവരാണോ? ഓക്കെ. നമ്മുടെ നാട്ടിലെല്ലാവരും പറയുന്നത്. ഓക്കെ. ഒന്ന് അനുരാഗ് കശ്യപ്. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? അത് അവരെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു. ഓക്കെ. അനുരാഗ് കശ്യപ് എനിക്ക് എൻ്റെ കുറേ അനാവശ്യമായ ബൗണ്ടറികളും റെസ്ട്രിക്ഷൻസും ഒക്കെ ബ്രേക്ക് ചെയ്ത് തന്ന ഒരാളാണ്. അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ഞാൻ ഭയങ്കര കൃതാർത്ഥനാണ്. ഈ അനാവശ്യ ബൗണ്ടറി എന്ന് വെച്ചാൽ ഞാൻ ഈ നാടകത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സിനിമയിൽ കയറിയപ്പോൾ ടൈമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ. പെട്ടെന്ന് ഓക്കെ ടേക്കിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അനുരാഗ് സാറാണ് അത് പൊളിച്ച് തന്നത്. പെട്ടെന്ന് ഓക്കെ ടേക്ക് കിട്ടിയതുകൊണ്ട് ഇത് ആരും അറിയാൻ പോകുന്നില്ല ഓഡിയൻസിൽ എത്രാമത്തെ ടേക്കാണ് ഓക്കെ ആയത്. അത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യും, കുറച്ച് തപ്പ് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്ന് വെച്ചാൽ, അല്ലാതെ സേഫായിട്ട് കളിക്കല്ലേ. അതാണ് അതിൻ്റെ സേഫായിട്ട് കളിക്കല്ലേ എന്ന് പഠിപ്പിച്ചു തന്ന ആളാണ്. ആൻഡ് ഐ തിങ്ക് ഹി ഫോളോസ് ദാറ്റ് ഇൻ ലൈഫ്. പുള്ളി ഒരു രീതിയിലും സേഫായിട്ടല്ല കളിക്കുന്നത്. ഏറ്റവും മറ്റേ റിസ്കി സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും പുള്ളി ഇനിയും റിസ്ക് എടുക്കും. അതിനുശേഷം ഇപ്പം എത്ര ടേക്ക് പോകാറുണ്ട്? ഇപ്പം തോന്നുന്ന പോലെ ഇപ്പം ആ എണ്ണം ഒന്നും ബോധർ ചെയ്യാറില്ല. ഇപ്പം ചത്താപ്പച്ചയിൽ ബോധർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരം തളർന്നു തുടങ്ങും. 20 ടേക്ക് ഫൈറ്റ് പരിപാടിയൊക്കെ പോയി, അത് കൂടുതലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അത് എല്ലാ രീതിയിലും ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്യും. അപ്പോൾ ബോഡി ഗിവ് അപ്പ് ചെയ്യും, ചില സമയത്തൊക്കെ മൈൻഡും ഗിവ് അപ്പ് ചെയ്യും. ഒരുപാട് പ്രാവശ്യം ഒരേ സാധനം. അപ്പോൾ നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്ത് തിരിച്ചു വന്നാൽ, പക്ഷെ അല്ലാതെ ആ എണ്ണം അങ്ങനെ ഞാൻ ആ എണ്ണം വെച്ചിട്ട് എന്നെയോ വേറൊരു ആക്ടറിനെയോ ഇപ്പോൾ വിലയിരുത്താറില്ല ബേസിക്കലി. ഓക്കെ. ഇപ്പോഴും അനുരാഗ് കശ്യപുമായിട്ട് വിളിക്കും? പിന്നെ സ്ഥിരം കോൺടാക്റ്റ് ഉണ്ട്. എപ്പോൾ വേണേലും കോൺടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാനങ്ങനെ ആരെയും ഭയങ്കരമായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അടുത്ത ചിയാൻ വിക്രം, കോബ്രയിലെ നായകൻ. അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ബിഗ് സൂപ്പർ സ്റ്റാർ ആണ്. ഭയങ്കര ഹ്യൂമിലിറ്റി ആൻഡ് റെസ്പെക്ട് ടുവേർഡ്സ് അതേഴ്സ്. എന്നുവെച്ചാൽ അത് കൂടെ അഭിനയിച്ച ഒരാളോട് മാത്രമല്ല, സെറ്റിലുള്ള എല്ലാവരോടും പുള്ളിയുടെ പെരുമാറ്റ രീതി, മറ്റേ ആൾക്കാർക്ക് ജെന്യുവൻലി കൊടുക്കുന്ന ബഹുമാനം, അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തു. എന്ന് വെച്ചാൽ അവിടം വരെയൊക്കെ എത്തി നിന്നിട്ടും ഇത് വിടുന്നില്ല പുള്ളി. എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എഫേർട്ട്ലെസ് ആയിട്ടാണെങ്കിലും ആ റെസ്പെക്റ്റ് എപ്പോഴും ഉണ്ട്. ഓക്കെ. അടുത്തത് ആലിയ ഭട്ട്. ആലിയ ഈസ് എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണൽ ആൻഡ് ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിലൊരാളാണ്. ആൻഡ് ഭയങ്കര പ്രാക്ടിസ്ഡ് പെർഫെക്ഷനാണ് ആലിയയുടെ. ആലിയ അങ്ങനെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൻ്റെ ഇൻസ്പിറേഷനിൽ അങ്ങ് കയറി പൊളിക്കുന്ന ഒരാളായിട്ടല്ല എനിക്ക് ഡാർലിങ്സിൽ തോന്നിയത്. ശരിക്കും പണിയെടുത്ത് ആ ക്യാരക്ടറിനെ അവിടെ കൊണ്ട് എത്തിക്കുക. അപ്പം അത് ഭയങ്കര രസമാണ് കാണാൻ.
ലൊക്കേഷനിൽ അന്ന് ഗൗരി ഖാനൊക്കെ വരുമായിരുന്നു. ഗൗരി ഖാൻ വന്നിട്ടില്ല ആക്ച്വലി, ഷാറുഖ് ഖാൻ വന്നിട്ടുണ്ട്. ആണോ? ഒരു ദിവസം ഷൂട്ട് കാണാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സെറ്റിലേക്ക് നടന്നു കയറി ചെന്നപ്പോഴത്തേക്കിനും എല്ലാവരുടെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട്. ആരും വളരെ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി സൈഡിലിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു മൂലയ്ക്ക് ഇങ്ങനെ മിണ്ടാതിരുന്നു. ഞാൻ കണ്ടിട്ട് ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്കായി. നമ്മൾ ശരിക്കും സ്ട്രക്കായി പോവും. അപ്പം അങ്ങനെ ഒന്നിങ്ങനെ ഞെട്ടി നിന്ന് പിന്നെ പുള്ളി കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ സോങ് കട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ 2-3 കട്ടൊക്കെ എടുക്കുന്നത് കണ്ട് അത് കഴിഞ്ഞ് പോകുന്ന എല്ലാവരോടും ബൈ പറഞ്ഞ് ഹഗ് ചെയ്തിട്ടൊക്കെ പോയി. ഷാറുഖ് ഖാനോട് എന്തൊക്കെ പറഞ്ഞായിരുന്നു? എന്തോ മണ്ടത്തരമൊക്കെ പറഞ്ഞു. ഷാറുഖ് ഖാൻ കേരളത്തെ കുറിച്ച് ഇല്ലെന്നേ, നമുക്ക് നമ്മുടെ പേര് പോലും ഓർമ്മ കിട്ടാത്ത മൊമെന്റാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് എൻ്റെ പേര് എനിക്ക് വന്ന് എന്നെ തെറ്റിയാണ് വിളിച്ചത്. എന്നെ റോഹൻ എന്നോ മറ്റോ വിളിച്ചത്. പക്ഷെ ഞാൻ തിരുത്താനും നിന്നില്ല. നമ്മളെന്തിനാല്ലേ പുള്ളി, അത് വെറുതെ എന്തിനാണ്. അടുത്ത ജാൻവി കപൂർ. ജാൻവി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ. ഐ തിങ്ക് ഷീ ജെന്യുവൻലി വാണ്ട്സ് ടു ലൈക്ക് ഗെറ്റ് ബെറ്റർ. മറ്റേ നമ്മൾ മലയാള സിനിമയോടും മലയാളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരോടും ഒക്കെ മറ്റേ ഭയങ്കര ബഹുമാനമുണ്ട്. നമ്മുടെ സിനിമകളൊക്കെ ഭയങ്കര വേറെ ലെവലിൽ എന്നുള്ള രീതിയിൽ എപ്പോഴും കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ഭയങ്കര കീനായിട്ട് ഫോളോ ചെയ്യും. പരംസുന്ദരി ചെറുതായിട്ട് മലയാളത്തരം പിടിച്ചപ്പോൾ പാളിപ്പോയെങ്കിലും ഓവറോൾ ഇവിടുത്തെ സിനിമയോടും ആൾക്കാരോടും ഐ തിങ്ക് ഷീസ് ലൈക്ക് കുറച്ച് ഇൻസ്പയർഡ് ആണ് ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട്. പരംസുന്ദരി കണ്ടിട്ട് അങ്ങോട്ട് മെസ്സേജ് മലയാളം ഇല്ല ഞാൻ അതിൻ്റെ ഷൂട്ടിനിടയിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഇങ്ങനെ പറഞ്ഞു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡയലോഗ് കോച്ചൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഡയലോഗ് കോച്ച് എന്തായാലും മലയാളിയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ സെറ്റായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറേയൊക്കെ റൈറ്റിംഗ് ലെവലിലും കൂടെ ഉള്ള പരിപാടിയല്ല. അത് ലാസ്റ്റ് മിനിറ്റിൽ ഇതിലേക്ക് കയറി വരുന്ന ആക്ടേഴ്സ് മാത്രം വിചാരിച്ചാൽ പോലും അവരും കുറേയും കൂടെയൊക്കെ എഫേർട്ട് എടുക്കണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടുത്തെ ഓഡിയൻസിന് അത്രയൊക്കെ മദ്യം തോന്നുക. മലയാളം എന്താണെന്നൊന്നും അറിയാതെ ഇതിൻ്റെ ശബ്ദം പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് എന്ത് മനസ്സിലാവാനാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നയൻതാര. അഗെയിൻ ലൈക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആക്ടറാണ്. ഭയങ്കര പ്രൊഫഷണലാണ്. അപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് പുതിയ നിയമത്തിൽ ആ സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഷീ വാസ് സുപ്രീംലി പ്രൊഫഷണൽ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ഞാൻ കുറേയും കൂടെ കംഫർട്ടബിളായി. അല്ലെങ്കിൽ ഭയങ്കര ഈസിലി പേടിച്ച് പാളിപ്പോവാവുന്ന പരിപാടിയായിരുന്നു. എൻ്റെ ആദ്യത്തെ പടവുമാണ്. അതൊക്കെ പാളിപ്പോയി അവിടെ തന്നെ തീർന്നു തന്നെ ചിലപ്പോൾ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്.